പ്രതിപക്ഷം ഉയർത്തിയ ചോദ്യങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും മറുപടി നൽകാതെ ഒളിച്ചോടുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി പ്രധാനമന്ത്രി 1.5 മണിക്കൂറിലധികം നടത്തിയത് ബി നേതാവിന്റെ രാഷ്ട്രീയ പ്രസംഗമാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചകളാണ് പുരോഗമിച്ചിട്ടുണ്ടായിരുന്നത്. ലോക്സഭയിലെ ചർച്ചകൾക്കൊടുവിൽ മോദിയാണ് മറുപടി നൽകിയത്. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തോടെ നടപടികൾ പൂർത്തിയാക്കി സഭ വ്യാഴാഴ്ചത്തേക്ക് പിരിയുകയായിരുന്നു. പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിലെ തിക്കിലും തിരക്കിലും മരിച്ചവരുടെ എണ്ണം പുറത്തുവിടണമെന്നുൾപ്പെടെ പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങളിലും മോദി മൗനം പാലിക്കുകയായിരുന്നു. തൊഴിലില്ലായ്മ, മണിപ്പൂര്, വയനാട് ഉൾപ്പെട്ട വിവിധ വിഷയങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇക്കാര്യത്തിലെല്ലാം പതിവ് ഒഴുക്കൻ മറുപടി നൽകി സർക്കാർ മഹാസംഭവമാണ് എന്നുള്ള പല്ലവിയാണ് ആവർത്തിച്ചത്. രാഷ്ട്രപതിക്കെതിരെ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി നടത്തിയ പാവ പരാമർശവും രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയവും കെജ്രിവാളിനെയും പരാമർശിക്കാൻ മറുപടി മോദി മറന്നതുമില്ല. ആയുഷ്മാൻ ഭാരത്, യുവാക്കൾക്കായുള്ള സർക്കാർ പദ്ധതികൾ, നികുതി ഇളവ്, നക്സൽ ഉൾപ്പെട്ട തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും എതിരെ സ്വീകരിച്ച കർശന നിലപാടുകൾ, NDA ഭരണത്തിന് മുമ്പ് വാർത്തകളിൽ സ്ഥിരമായിരുന്ന അഴിമതി വാർത്തകൾ തുടങ്ങി നേട്ടങ്ങളുടെ പട്ടികയാണ് മറുപടി പ്രസംഗത്തിൽ നിരത്തിയിട്ടുണ്ടായിരുന്നത്. രാജ്യസഭയിലെ ചർച്ചകൾ രാത്രി വൈകിയും തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഉത്തർപ്രദേശിലെ മഹാകുംഭമേളയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തിയിരിക്കുകയാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പമാണ് പ്രധാനമന്ത്രി കുംഭമേളയിൽ എത്തിയത്. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമ സ്ഥാനമായ ത്രിവേണി സംഗമത്തിലായിരുന്നു പുണ്യസ്നാനം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം. 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന പൂർണ്ണ കുംഭം അഥവാ മഹാകുംഭമേളയാണ് ഇത്തവണ പ്രയാഗ്രാജിൽ നടക്കുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം കുംഭമേളയുടെ സമയത്ത് പുണ്യസ്നാനം ചെയ്യുന്നത് മോക്ഷം നേടാൻ സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഹരിദ്വാർ, പ്രയാഗ്രാജ്, ഉജ്ജയിൻ, നാസിക് എന്നിവിടങ്ങളിൽ മാറി മാറിയാണ് മഹാകുംഭമേള നടക്കുന്നത്. ഈ വർഷം ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലുള്ള ത്രിവേണി സംഗമത്തിലാണ് മഹാകുംഭമേള നടക്കുന്നത്. ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെ നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് 45 കോടി ഭക്തർ എത്തുമെന്നാണ് പ്രതീക്ഷ.